ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കുറിച്ചു വച്ചോ പത്മിനി. എന്റെ വരുണും രാധിക മോളും ഒന്നിച്ചിരിക്കും. അവരെ ഒന്നിപ്പിച്ചിട്ടേ ഞാൻ കണ്ണടയ്ക്കും. അപ്പോ ആശുപത്രി കിടന്നുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ എടുക്കാനാണ് ഉദ്ദേശം. പ്രിയങ്ക മോളെ വിളിച്ച് പറയണ്ട. അവിടെ ഇങ്ങോട്ട് വന്ന പ്രശ്നോ. വരാനുള്ളവരൊക്കെ വരട്ടെ. അതെങ്ങനെയാ തടയേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അച്ഛൻ അങ്ങനൊരു തീരുമാനം എടുത്താൽ പിന്നെ ഈ ലോകത്ത് ആർക്കും എന്നെ ഒരു അധികോ തടയാനാവില്ല. പാവം അച്ഛൻ്റെ അനുഗ്രഹം കിട്ടുമ്പോഴെങ്കിലും അയാളൊന്ന് സന്തോഷിക്കട്ടെ. കൊള്ളാം. അമ്മ ഇനി ഇതൊന്നും അണിയാൻ പോകുന്നില്ല. എല്ലാം ഒരുപാട് വില പിടിച്ചതാ. ഇതൊക്കെ ഇനി മോളിട്ടാ മതി. അമ്മ അത് കണ്ട് ആസ്വദിച്ചോളാം. എനിക്കിതൊന്നും വേണ്ട അമ്മേ. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും വലിയ ആഭരണം എന്റെ അമ്മയുടെ സ്നേഹവും. അമ്മ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെ 1% വരുൺ എന്നോട് കാണിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള പെണ്ണായിരുന്നേനെ ഞാൻ. അവൻ തിരിച്ചു വരട്ടെ മോളെ. അച്ഛനോട് പറഞ്ഞ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഫോറിൻ ടൂർ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു വിദേശയാത്ര പോയി കുറച്ചു നാൾ അവിടെ നിൽക്കുമ്പോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവന്റെ മനസ്സിൽ നിന്ന് പൊയ്ക്കോളും. പിന്നെ പതുക്കെ പതുക്കെ അവൻ നിന്റേത് മാത്രം ആവും. അതെങ്ങനെയാ പത്മിനി? അവൻ താലി കെട്ടിയ പെണ്ണിനെ അല്ലേ അവൻ സ്നേഹിക്കൂ. നീ ഇങ്ങനെ ഇവളെ മുറി പിടിച്ചിരുത്തി ചന്തം ചാർത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. വരുണന്റെ മനസ്സിൽ ആരാണോ അതാണ് അവന്റെ പെണ്ണ്. ഇവളെ അവന് കണ്ണെടുത്താ കണ്ടൂടാ. സ്വന്തം മോന്റെ മനസ്സ് മനസ്സിലാക്കാതെ ഒരമ്മ എങ്ങനെയാ ഇങ്ങനെ പെരുമാറുന്നേ? സ്വന്തം കുടുംബത്തിന്റെ അന്തസ്സ് നോക്കാതെ അവന്റെ മുത്തശ്ശിക്ക് എങ്ങനെയാ ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? ഞാൻ അവന്റെ കൂടെ നിൽക്കുന്നതേ അവന്റെയും രാധികയുടെ ഭാഗത്ത് സത്യം ഉള്ളതുകൊണ്ടാ. കണ്ടോ അമ്മേ, ഈ മുത്തശ്ശി എല്ലാത്തിനും കാരണം. മുത്തശ്ശി എല്ലാം ചെയ്യിക്കുന്നെ. അതേടി മോളെ, ഞാൻ തന്നെയാ ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അല്ല, ഇനി ഇപ്പൊ വരുണിനെ നിനക്ക് സ്വന്തമാക്കി വേണമെങ്കിലേ നിനക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോന്ന് എനിക്ക് തോന്നണ്ടേ? എന്താ നിന്റെ യോഗ്യത? അതൊന്നു പറഞ്ഞാട്ടെ. അമ്മ വെറുതെ പ്രിയങ്ക വിഷമിപ്പിക്കണ്ട. ഒരായുസ് മുഴുവൻ വിഷമിക്കാനുള്ള കാര്യങ്ങളെ നിന്റെ മുമ്പിലിരിക്കുന്ന ഇവള് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നിന്റെ മുമ്പിൽ വന്നിരുന്ന് ഇവള് കരയുമ്പോഴേ നിനക്കതൊന്നും മനസ്സിലാവില്ലായിരിക്കും. പക്ഷേ ഇവളുടെ കള്ളത്തരങ്ങൾ മുഴുവനും എനിക്കറിയാം. നീ കുറിച്ചു വച്ചോ പത്മിനി. എന്റെ വരുണും രാധിക മോളും ഒന്നിച്ചിരിക്കും. അവരെ ഒന്നിപ്പിച്ചിട്ടേ ഞാൻ കണ്ണടയ്ക്കും. അല്ലാതെ വേറെ ആര് എന്ത് ചെയ്താലും അത് പാഴ്വേലയാ. വരുൺ എന്തു പറഞ്ഞാലും മുത്തശ്ശി അത് വിശ്വസിക്കും.
അവന്റെ കൂടെ നിൽക്കും. പക്ഷേ മോള് പേടിക്കണ്ട, അച്ഛനും അമ്മയും മോളുടെ കൂടെയുണ്ട്. നീ ചിന്തിക്കുന്ന കാര്യങ്ങളെ നടക്കൂ. അമ്മ അത് നടത്തി തന്നിരിക്കും. നമസ്തേ. രാധിക എവിടെ? കുട്ടികളുടെ കൂടെയാ. രാധിക ഇപ്പോ അവരുടെ പ്രിയപ്പെട്ട ആളാ. രാധിക ഒന്ന് കൂട്ടിക്കൊണ്ടുവരുമോ? ഓ, അതിനെന്താ. ഫിദ മേഡം കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരിക്കും. എങ്കിൽ അവർക്ക് പിന്നാലെ ഇറങ്ങണം. അത്രയും പ്രിയപ്പെട്ട ഒരാളാണെങ്കിൽ കുട്ടിയെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ. പലപ്പോഴും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം മരുന്നിനേക്കാൾ ഗുണം ചെയ്യും. അത് മാത്രമല്ല, അച്ഛന്റെ അടുത്ത് കുട്ടി കുറച്ചു ദിവസം നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ. ശരി, ചെന്നിട്ട് ഞാൻ വിളിക്കാം സ്വാമി. ആ, രാധികയെ നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ, കുട്ടികൾക്കിപ്പോ രാധിക നല്ലൊരു ചങ്ങാതിയാണ്. രാധികയെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. ചേച്ചി ഇപ്പൊ വരാവേ. മോളെ. എന്താ മാഡം? അത് അച്ഛന് ചെറിയൊരു അസുഖം, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. മാഡം, പേടിക്കാനായിട്ടൊന്നുമില്ല. അച്ഛൻ മോളെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. നമുക്ക് അതുവരെ ഒന്ന് പോയാലോ? ഞാൻ ചെല്ലുന്ന അച്ഛന് ഇഷ്ടാവോ?